അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇവിടെ മഴ പെയ്ത് ഗൈസ്, ഭയങ്കര മഴ. മഴയത്തിരുന്നാണ് ഗൈസ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. അതെ, എന്താ ചെയ്യാനാന്ന് പറഞ്ഞ മഴ കൂടി. നല്ല വെന്തുടഞ്ഞ വെണ്ണ പോലത്തെ കപ്പയും നല്ല മുളകിട്ട മീൻകറി. ശരിക്കും ഈ മീൻകറി കഴിക്കുന്നത് നാളെയാ. എന്തിനാടി, ഇപ്പൊ തന്നെ അടിപൊളി ടേസ്റ്റാ. കോടക്കകത്തിരുന്നിട്ട് നല്ല അടിപൊളി മീൻകറിയും കപ്പ വേവിച്ചതും. നമ്മുടെ ചുറ്റിന് പുകയിട്ട പോലെ ഉണ്ടല്ലേ. അതെ 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 അതെ. വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ്. അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എവിടെന്നറിയാമോ? ഒരു മലയുടെ മുകളിലാണ് ഗൈസ്. ഞങ്ങൾ കുറെ നാളുകൊണ്ട് ഒരു മലയുടെ മുകളിൽ പോയി അല്ലെങ്കിൽ ഒരു കാട്ടിൽ പോയി കുക്ക് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇന്നാണ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയത്. എന്റെ പൊന്നെ, ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി. അവിടെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടേ. അവിടെ ചെന്നിരുന്നപ്പോ ഉണ്ട് ഭയങ്കര കാറ്റ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറി നോക്കിയപ്പം ഇച്ചിരി സെറ്റ് ആവുന്നുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. അപ്പൊ അത് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് കെട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇച്ചിരി കാറ്റ് കൂടിയോടാ. അങ്ങനെ ഞങ്ങള് കപ്പയാണെങ്കിൽ ഇതില് ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ കുഞ്ഞു. സത്യം പറഞ്ഞ ഇത് ഫ്ലോപ്പ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാലേ നമ്മള് വലിയ നേരത്തെ ഈ ഒരു ഡീസൽ സ്റ്റവ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടൊന്ന് കത്തിക്കാൻ നോക്കിപ്പോണ്ടല്ലോ, കത്തുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ കത്തിട്ടില്ലായിരിക്കും. നമ്മള് മീനൊക്കെ വാങ്ങി. അപ്പൊ വിചാരിച്ചു അടിപൊളി, ഇനി മീനൊക്കെ അളിഞ്ഞു പോവായിരിക്കും എന്ന്. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇനി കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്റെ അപ്പു സെറ്റായടാ. എന്റെ പൊന്നെ, അയ്യോ ഇനി ഇടയ്ക്കെങ്ങനെ വെച്ച് ഡീസൽ എങ്ങനെ തീർന്നു പോയ പണി പാളി. പിന്നെ ഗൈസ്, നമ്മള് ഈ ഒരു കപ്പ വേവിക്കുന്നതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ആംബിയൻസിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിനേക്കാളേറെ ഞാൻ തേങ്ങ വാങ്ങിച്ചില്ല ഗൈസ്. ഞാൻ ഇടിച്ചുകുത്തിയൊക്കെ വാങ്ങി, പക്ഷെ ഞാൻ ഇത് വാങ്ങിയില്ല, തേങ്ങ വാങ്ങിച്ചില്ല. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചാലോ എന്നുള്ളൊരു സംഭവമൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മള് അല്ലേ അപ്പു? അങ്ങനെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ഈ ഡീസൽ സ്റ്റവ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ടാ വാങ്ങിക്കുന്നത്. അങ്ങനെ കപ്പ എന്തായാലും നല്ല വെന്ത് കേട്ടോ. എനിക്കിപ്പോ ഒരു സമാധാനമുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണേ. പിന്നെ ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ ഒരു മൺചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് മയക്കണ്ടായോ? ഇത് മയക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം വേണം. ഞാൻ എന്നിട്ട് രാവിലെ തന്നെ ഒരു ആൻറ്റിയുടെ അടുത്ത് നിന്നിട്ട് മൺചട്ടിയൊക്കെ ആയിട്ട് നിന്നിട്ട് ആൻറ്റി കഞ്ഞിവെള്ളം ഉണ്ടോന്നൊക്കെ. പക്ഷെ പാവം ഒരു ആൻറ്റി കേട്ടോ, അന്നേരം തന്നെ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് തന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഇതാക്കി, പിന്നെ കഞ്ഞിവെള്ളം വെച്ചൊന്ന് കഴുകി. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയൊക്കെ തൂകി കുറച്ച് നേരം വെയിലത്തൊക്കെ ഒന്ന് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടാവും ചട്ടി അല്ലേ. ഇനി നമുക്കിത് കഴുകിയിട്ട് മീൻകറി ഉണ്ടാക്കിയാലോ? നീ എവിടെ കഴുകാൻ പോണെന്ന് കാണിച്ചു കൊടുക്കേ. ശരിയാ, ഞാൻ കഴുകാൻ ഉദ്ദേശിക്കുന്ന അവിടെയാണ് കേട്ടോ. അവിടെ ഒരു ആൻറ്റി ഇന്ന് തുണിയൊക്കെ കഴുകുന്നുണ്ട് ഗൈസ്. ആൻറ്റി പറഞ്ഞു, മക്കളെ ഇവിടെ ഇന്ന് ഇത് ചെയ്ത ചിലപ്പോൾ ഇത് കത്തത്തില്ലായിരിക്കും, കാറ്റൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്കങ്ങ് ഇതായി ഗൈസ്. ഞാൻ വിചാരിച്ചു അയ്യോ ഇന്നൊന്നും നടക്കത്തില്ല. ഞാൻ ഭയങ്കര സാഡായി. പക്ഷെ ഇവിടെ വന്ന് സെറ്റായപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് എല്ലാം ആവുന്നുണ്ട്. കപ്പ എന്തായാലും നമുക്കൊന്ന് ഊറ്റണം. ഹലോ ഹലോ, ആൻറ്റിയുടെ വീട്ടിലെ പട്ടിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടൊരു പട്ടിക്കുട്ടൻ. നോക്ക്, കിട്ടില്ലെന്നൊരു കാര്യം കാണിച്ചു തരാ. കോട ഇറങ്ങുന്നുണ്ടോ? അമ്മേ, കോടക്കകത്തിരുന്നിട്ട് നല്ല അടിപൊളി മീൻകറിയും കപ്പ വേവിച്ചതും നല്ല ശരിക്കും. അപ്പൊ ഇവിടെ അത് പിന്നെയും കെട്ടുപോയി ഗൈസ്. അത് ഞങ്ങളെ കെടുത്തിയതാട്ടോ. ഞങ്ങൾക്ക് കുടംപുളി വേണമായിരുന്നു. മഴ ഗൈസ്, മഴയും തുടങ്ങി ഗൈസ്. നല്ല രസമുണ്ട് എന്തായാലും ഇല്ലേ. അപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളേ? എന്റെ പൊട്ടിയാ ഇടിക്കും ഞാൻ നിന്നെ. ചട്ടിക്കൊന്നും പറ്റില്ല എന്നെ. ഗൈസ്, ഞാൻ അവനെ അത് പിന്നെ കത്തിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നേ കാണിച്ചെന്ന ആ സ്ഥലമാണേ, ആ കുഞ്ഞു വെള്ളച്ചാട്ടമുള്ള ആ സ്ഥലമാണേ. അവിടെ നോക്ക്, ഇപ്പൊ ഫുള്ള് കോട ഇറങ്ങി തുടങ്ങി. കണ്ടാ എന്റെ പൊന്നേ അപ്പു. എടാ നിന്റെ ബാക്ക് സൈഡ് നോക്ക്. അടിപൊളിട്ടാ. നമ്മൾ ഈ ഒരു ആംബിയൻസിൽ കുക്ക് ചെയ്യാൻ പോണേ അല്ലേ? അതെ അതെ അതെ.
എത്ര നാളത്തെ ആഗ്രഹം എന്നറിയോ ഗൈസ്. അതെ അതെ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ലൈക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു. അറിയോ, ഞങ്ങൾ എപ്പോഴും ഞാൻ ഇവളോട് പറയും, എൻ്റെ എസ്പെഷ്യലി ലൈക്ക് എനിക്ക് ഒന്നാമത് ഇങ്ങനെ ട്രാവലിങ് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് ഞങ്ങളുടെ ഭയങ്കര കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു. ഇന്നിപ്പോ അവിടെ ആ മുന്നേ ആ മല കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ, പക്ഷെ നോക്ക് ഇപ്പൊ ഒരു ചെറുതായിട്ടേ കാണുന്നില്ല, അമ്മാതിരി കോടയായി ഇവിടെ. നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് മൊത്തം ഒന്ന് കാണിച്ചു. ഇത് ഇവിടെ ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് അലങ്കോലാക്കി ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പക്ഷെ നമ്മൾ തിരിച്ചു പോകുള്ളൂ കേട്ടോ. അപ്പു നമ്മള് ചെയ്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. ഇപ്പം നിങ്ങളാണെങ്കിൽ നാളെ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ആ സ്ഥലം എങ്ങനെയാണോ വന്നപ്പോൾ കിടന്നത് അതുപോലെ തന്നെ ആക്കിയിട്ട് തിരിച്ചു പോവുള്ളൂ അല്ലേ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻകറി ഉണ്ടാക്കലാണേ. ഞാൻ നല്ല കേര വാങ്ങിച്ചതേ, കുഞ്ഞാരെങ്കിലും എടുത്തേടാ ആ കേര വാങ്ങിച്ചു. എനിക്ക് അപ്പൂനും ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേര. അപ്പൊ ഞാനിത് ഇവിടെ വൃത്തിയായിട്ട് കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റിലെ മീൻകറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനങ്ങ് പുളിവെള്ളം തിളപ്പിച്ച് വയ്ക്കും. അതാകുമ്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ പുളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ മീൻകറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പുളിവെള്ളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ. അപ്പം നമ്മുടെ ചട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ദേ പുളിവെള്ളം സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണേ. കോട്ടയത്തൊക്കെ ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ തലേന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒരു മീൻകറി ഉണ്ട്, എന്റെ ഫേവറേറ്റാ. നിനക്ക് എങ്ങനെ ഇഷ്ടമാണ് എന്റെ മീൻകറി? അതെ, ഞാനിപ്പോ ഒരു ആലപ്പുഴക്കാരിയാണെങ്കിലും എനിക്കിഷ്ടം കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മീൻകറി ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്റെ ഫേവറേറ്റാ. ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് ശരിക്കും നാളെയാണ് കഴിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മൺചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. നല്ല കട്ടയായിട്ടിരിക്കുന്നല്ലേ വെളിച്ചെണ്ണ. ഞങ്ങൾ ഇന്നലെയാണ് ശരിക്കും ഈ എണ്ണയൊക്കെ വാങ്ങിക്കുന്നത്. അത് ഞങ്ങൾ വാങ്ങിച്ചെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ഉണ്ടാക്കിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ നമുക്ക് കപ്പയും മീൻകറി ഉണ്ടാക്കാന്ന്. അങ്ങനെ പ്ലാനൊക്കെ മാറ്റി ഇന്നലെ വാങ്ങിച്ചപ്പോ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ നല്ല കട്ടയായിട്ടിരിക്കണം. അപ്പൊ ഞാൻ അവരിതിങ്ങനെ കൊണ്ടു തന്നപ്പോ ഇതെന്തുവാ എണ്ണ തന്നെയാണോ എന്നുവെച്ചാൽ ഭയങ്കര കട്ടയായിട്ട് വെണ്ണ പോലെ ഇരിക്കുന്നു. നമ്മുടെ എണ്ണ അങ്ങനെ ചൂടായി വരുന്നുണ്ടേ. നോക്ക് കണ്ടാ, നമ്മൾ ഇതിലേക്ക് ആദ്യം ഇടുന്നത് ഉലുവയും പിന്നെ കടുകുവാണേ. പിന്നെ ഞാനാണെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആ ഗ്യാപ്പിലാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കൊച്ചുള്ളി ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചു ഗൈസ്. മഴ പെയ്യുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞ് എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വാഴയിലേക്ക് എടുത്തേ. ചെറിയ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ തിളച്ചെണ്ണയ്ക്കകത്ത് വെള്ളം അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാവും, പൊട്ടിത്തെറി. എണ്ണ എന്തായാലും നല്ല ചൂടായി. നമുക്ക് എന്തായാലും നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ. നമ്മൾ വേറെ പാത്രങ്ങളോ സ്പൂണുകളോ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതിടുന്നത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, കുറച്ച് ഉലുവ. അപ്പം ഞാൻ കടുക് എവിടെ? കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ നെടുക ഇങ്ങനെ വരഞ്ഞ് കീറി അങ്ങനെ ഇട്ടിരിക്കുന്നതാണേ. അയ്യോ കുഞ്ഞിന്റെ തവി എടുത്താ. മഴയത്തിരുന്നാണ് ഗൈസ് നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കുന്നത്. നല്ല മഴ. പെട്ടെന്ന് മാറുമായിരിക്കും. അതെ 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 ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഇവിടെ മഴ പെയ്ത് ഗൈസ്, ഭയങ്കര മഴ. മഴയത്തിരുന്നാണ് ഗൈസ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. അതെ, മഴ നമ്മളെ ചരിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. പിന്മാറാൻ ഉദ്ദേശമില്ല. അതെ, എന്ത് വന്നാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. ഓക്കെ, അതെ, തീകിട്ട് പോയ പണി ബാലി. എന്താ ചെയ്യാനാന്ന് പറ, മഴ കൂടി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂത്തിട്ടുണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു മുളകിട്ട് കൊടുക്കാവുന്നു. ഇവിടെ കുക്കിംഗ് നിർത്തിയിട്ടില്ല, അല്ല പിന്നെ നമ്മളോടാന്നല്ലേ. ഞാൻ എന്തായാലും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്നപ്പോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാമേ. ചതച്ചല്ലേ
ചരച്ചിട്ടില്ല, ഞാൻ അരിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ നേരെ പാത്രം ഇല്ലാത്തോണ്ട് ഇതിലെടുത്ത് വെച്ചതാ. അത് ഉലുവ ഇരുന്നോണ്ടേ മണം വരുന്നതാ. കാണിച്ച് അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൊച്ചുള്ളിയും മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, അപ്പൊ ഞാൻ പിച്ചാത്തി എടുത്തടാ. പിച്ചാത്തി നമ്മുടെ സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ പൊടിയാക്കിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഓക്കെ, പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഗൈസ്, ഇതിൽ നല്ല കറി ആയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത്. ബിക്കോസ് നമ്മൾ ഇത് ഡീസൽ സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കരിയൊക്കെ പിടിച്ചെന്ന് വരാം. ഇനി അങ്ങാണം വന്നിട്ട് എന്റെ വീഡിയോയുടെ താഴെ ഇതെന്താ പാത്രം കറി പിടിച്ചിരിക്കുന്നത് അങ്ങാണം പറഞ്ഞ ടെററാവും ഗൈസ്. അല്ല പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ആ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാമേ. എന്തായാലും നമ്മുടെ മീൻകറി ഒന്ന് തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കാം. പിന്നെ ആണെങ്കിൽ നമ്മുടെ കപ്പ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ അരപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമേ. മീൻകറി തിളച്ചു, മീനിട്ട് കൊടുക്കാൻ സമയമായി. വാ, നമ്മുടെ ആ ഒരു കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഗൈസ്, നമ്മളൊരു കാര്യം മറന്നുപോയി. നമ്മൾ ആദ്യം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വേണമായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിക്കാൻ. ഞാൻ അതങ്ങ് മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്ത് ആകെ സീനായി. അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി മൂപ്പിക്കുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയല്ല കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ സാരമില്ല, എന്തായാലും നമ്മൾ ലാസ്റ്റ് കറിവേപ്പില ഒന്ന് വെതറുമല്ലോ, അപ്പം ആഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ചട്ടിക്ക് പറ്റിയ അടപ്പ് വാങ്ങാൻ പറ്റിയില്ലായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വാഴയില എടുത്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ അങ്ങ് അടച്ചു വെക്കാന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് സെറ്റ് ചെയ്യാമേ. അതിന് നമുക്ക് ആദ്യമേ കുറച്ച് ജീരകം വേണം. കുറച്ച് ജീരകം. പിന്നെ കാറ്റ് വരുന്നുണ്ട്, അപ്പം നമ്മുടെ ഈ വാഴയില പറന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേ അതിൻ്റെ തന്നെ ഒരു തണ്ടെടുത്ത് വെച്ചു. ഇനി നമുക്ക് അരപ്പ് സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ജീരകം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതല്ല വലിയ വെളുത്തുള്ളിയാണ്, അതിൻ്റെ ഓരോ അല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. ഞാൻ അതിൽ കുറച്ച് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ശകലം ഒരു നുള്ളൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിന് മുന്നേ ഇതൊന്ന് കഴുകണം. വെള്ളം എവിടെ? പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കപ്പയ്ക്ക് അരപ്പ് ചേർക്കുമ്പം ഈ ജീരകം പിന്നെ വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് മാത്രമല്ല പച്ചമുളകും പിന്നെ തേങ്ങാപ്പീരയില്ലേ അതും കൂടെ ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ കപ്പ വേവിച്ചത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് മാത്രം, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് അരച്ച് ചേർത്തിട്ട് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് ഇടാവുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കാശ് മഴയൊക്കെ പെയ്ത് ആകെ സീനായി. ഇത് അവളവിടെ കറിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടവും അല്ല ഒരു അരുവി പോലെയാണത്. പിന്നെ അതൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു താഴോട്ട് വരുന്ന ഒരു പോർഷനാണ്. നല്ല രസമാണ്. പിന്നെ ഇതവിടെ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ട്, കോടയുണ്ട്. അത് മാത്രല്ല ഇവിടെ ഉള്ള
നമുക്ക് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാണ്. ചെറിയൊരു വെള്ളം വരുന്നൊരു അരുവി പോലെ പാറയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോവാണ്. നല്ല വെള്ളമെന്നാണ് പറഞ്ഞത്. ഇവിടെ ചേച്ചിമാരൊക്കെ ഒന്ന് അലക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരു സ്ഥലം. പിന്നെ എന്താ ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല പൂക്കളും ചെടികളും എല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല ഗൈസ്, പിന്നെ ഇവിടെ തേയിലയുണ്ട്. ഞങ്ങളൊരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു നടുക്ക് ഒരു മല പോലെ തന്നെയാണ്. മല കയറി വരുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ആ സ്പേസാണ് ഇവിടെ. ഇവിടെ ചേച്ചിമാരൊക്കെ അലക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ, എത്ര രസമാണെന്ന് നോക്കി അല്ലേ? നോക്കി ചുറ്റും നോക്കി. അവളാണ് ഇപ്പോൾ അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കുകയാണ് ചേച്ചി. എന്തെങ്കിലും ചെല്ലട്ടെ കുഞ്ഞാ. ഗൈസ്, ഇതൊക്കെ ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നം കണ്ട നിമിഷങ്ങളാണ്. അത് ഞങ്ങള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഞാനാണെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല വൈബാണ് കേട്ടോ. പുറത്ത് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടേ പോകത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങി ഓൾറെഡി. അതെ അതെ അതെ, നോക്ക് ഇച്ചിരി വൃത്തിയായില്ലേ? നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാ ഇപ്പം നമ്മള് ഒരു കാഴ്ച കാണാൻ വന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തായാലും വെള്ളമോ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അല്ലേ, എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, അത് അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പൊ ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കണ്ടു കുറെ എടുത്ത് ഇങ്ങനെ കുറെ വേസ്റ്റ് ഒക്കെ അലക്ഷ്യമായിട്ട്. വേസ്റ്റ് മാത്രല്ല, കുപ്പിച്ചില്ലൊക്കെ പാറയിൽ പൊട്ടിച്ചിട്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാവാത്തത് അത് വേറൊന്നും അല്ല. രാത്രി കുടിക്കാൻ വരുന്ന അണ്ണന്മാര് കുടിച്ചിട്ട് ഇവിടെ കുപ്പി തല്ലിപ്പൊടിച്ചിട്ട് പോകുന്നതായിരിക്കും. എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ അത് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കാലിലൊക്കെ കൊണ്ട് കയറണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. നല്ല രസമുണ്ട്. തിളച്ചല്ലേ? ഓ നല്ല മണം. അല്ല ഇച്ചിരി വേവട്ടെ, വേവുന്നതേ ഉള്ളൂ. തിളച്ചു. കറിവേപ്പിലേ നമുക്കൊന്ന് കഴുകണേ. ഞാൻ ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കും കറിക്കകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. നല്ല ടേസ്റ്റ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പിലയും കുടംപുളി ഇല്ലെങ്കിലുണ്ടല്ലോ മീൻകറി ഇല്ല ഗൈസ്. നമ്മുടെ മീൻകറി എന്തെങ്കിലും ഒന്ന് തിളച്ച് വരുന്നുണ്ടേ. ഇതേ മൂടി വെച്ചിട്ടാണ് ശരിക്കും വേവിക്കേണ്ടത്. പക്ഷെ നമുക്ക് മൂടാൻ പറ്റിയ സാധനമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇല വെക്കുവാണെങ്കിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇല വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങേ വാട്ടി അങ്ങ് പോവാ. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കപ്പ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഇത് വേഗമോ വേവാത്ത കപ്പയാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ നല്ല വെന്തുടഞ്ഞ കപ്പ, നല്ല കപ്പയായിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണേ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു അരപ്പില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. മീൻകറി വെന്തിട്ടേ ഇതോടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് എണ്ണ നമുക്ക് അതിലേക്കൊന്ന് തൂവി കൊടുക്കാം. കുറച്ച് മതി. അപ്പം ഇതിനി ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായി ഗൈസ്. ഇത് ശരിക്കും അടച്ചു വെച്ച് വേവിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായേനെ. അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻകറി സെറ്റായില്ല സാധനം. അതെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അപ്പൂ, ഇങ്ങനെ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. ഇന്ന് ഈ ഒരു ദിവസം തന്നെ കോട വന്നു. അതെ, കോട, മഴ, നല്ല വെയിലും വന്നു, എല്ലാം കൂടെ ഒരുമിച്ച് നല്ല രസമായിരുന്നു. അതെ അതെ അതെ. മീൻകറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ വന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. നീ വിചാരിച്ചോ പൂ? ഫ്ലോപ്പായി നമ്മളിങ്ങനെ എന്തായാലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. നമുക്കേ അപ്പം മീൻകറി എടുത്തിട്ട് നമുക്ക് ഇതിന് കടുക് വറുക്കാം. കപ്പയ്ക്കേ മീൻകറി ഇവിടെ തന്നെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ടേ. നമുക്കപ്പോ കടുക് വറക്കാനുള്ള. അതെ അതെ, സംഭവം എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങൾ കാണുമ്പം ഇത് കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ മണിക്കൂറുകളായിട്ട് ഇവിടെ കിടന്ന് കുറേ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാല്
ഇവിടെ നമ്മൾ ആദ്യം വന്ന സ്പോട്ടിൽ ആന്റിമാരൊക്കെ തുണി കഴുകുന്നതായിരുന്നു. അപ്പം ആ അമ്മ തുണിയും കൊണ്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് മാറി അങ്ങനെയൊക്കെ. എടാ അവിടെ ഒരു കുഞ്ഞു കിളി വന്നിട്ട് കുളിക്കുന്ന നോക്കാ വെള്ളച്ചാട്ടത്തി. നല്ല രസല്ലേ, ഒരു കുഞ്ഞും കിളി. അത് വെള്ളം കുടിക്കുവാണോ? വെള്ളം കുടിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നേ അതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അതിന് തിന്നാൻ പറ്റുന്ന പ്രാണികളും വല്ലതും കാണുമായിരിക്കും, തിന്നുമായിരിക്കും. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കട്ടയായിട്ട് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ വറ്റൽ മുളക്. അത് കൂട്ടി ചോറിന് ടേസ്റ്റ് വരും. ഇങ്ങനെ ഞെരടി അല്ലേ, വറ്റൽ മുളക് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഞെരടുമ്പോ അതിന്റെ അകത്തുനിന്ന് ആ ഒരു സാധനമൊക്കെ വരും. അമ്മേ അടിപൊളിയത്. എന്താടാ ചട്ടി കിടന്ന് തന്നെ കുലിക്കുന്നത്? എനിക്ക് അപ്പൂനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ്. കുക്കിംഗ് മാത്രമല്ല, ഇങ്ങനെ പ്രകൃതിയിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെയും കൂടെ വന്ന് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പം ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണേ. വറ്റൽമുളക് അങ്ങ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ടേ, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഞാൻ. എനിക്ക് വേറെ കൈക്കല് പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വാഴയില വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ നമുക്ക് ഉടച്ചു കൊടുക്കാം. നല്ല വെന്തുടഞ്ഞ വെണ്ണ പോലത്തെ കപ്പയും നല്ല മുളകിട്ട മീൻകറിയും. ഓ ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയല്ല, കൊള്ളാടാ. ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മീൻകറി. ഇത് കയ്യിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഉള്ളത് പറയാലോ, വിശപ്പുള്ളത് കൂടിയാണെന്ന് തോന്നുന്നു. നല്ല ഓ അപ്പൊ നിനക്ക് വിശപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ പൊന്നെ. കഷ്ണം വേണം, ചൂടുണ്ടാവേ. ചൂടുണ്ടാവും ചൂടുണ്ടാവും. പൊന്നു കാഴ്ച. ഈ ഒരു ആംബിയൻസില് ഇവിടെ മീൻകറി, ഈ സെറ്റപ്പ് എല്ലാം അടിപൊളി. എന്നാ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. എന്റെ പൊന്നെ, നല്ല വെന്തുടഞ്ഞിരിക്കുന്നോണ്ടേ മമ്മേ വറ്റൽ മുളകിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ. ചൂട് ഇതങ്ങ് കൈ കൊണ്ട് വടിച്ചിട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലടാ. സൂപ്പറാടി, അടിപൊളിയായിട്ട് വെച്ചേട്ടാ. മീൻ കഴിക്കട്ടെ. അതെ, കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എടുക്കാമേ, ഇല്ലെങ്കിൽ ഇത് താഴോട്ടെ ഒഴുകിപ്പോവും. ഓൾറെഡി ഒഴുകിപ്പോയതോ. നിന്റെ പാൻറിലാവും. ഇങ്ങനെ കുഴച്ചിട്ട് ഇത്തിരി മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് ഉരുളയാക്കിയിട്ട് കൊള്ളാല്ലേ. ഞങ്ങളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചില്ല. ഇത്രയും ടേസ്റ്റ്. അത് ഈ തണുപ്പത്തും ഈ ഒരു ആംബിയൻസിലൊക്കെ കഴിയുമ്പോൾ ഇരട്ടി. നീ പിന്നെ കൊഞ്ച് വാങ്ങാന്ന് പറഞ്ഞില്ലേ? പക്ഷെ കൊഞ്ചിനെക്കാളും കൊള്ളാം. ഞങ്ങളിന്ന് വാങ്ങിച്ചേക്കണ കേരയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണത്. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അങ്ങനെ എടുത്തിട്ട് പിന്നെ മഴ പെയ്യുന്നില്ല. നമ്മൾ മഞ്ഞത്തിരുന്ന് കഴിച്ചു,
പിന്നെ ഇത് വെയിലത്തിരുന്ന് കഴിച്ചത് ഇപ്പം മഴ വരുന്നുണ്ട്. അതെ, മഴ പെയ്തു ഓൾറെഡി. ശരിക്കും ഈ മീൻകറി കഴിക്കേണ്ടത് നാളെയാ. അല്ലേ? എന്തിനാടി ഇപ്പൊ തന്നെ അടിപൊളി ടേസ്റ്റാ. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലൈക്ക് ആഗ്രഹം ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ, ഉറപ്പായിട്ടും ചെയ്യണം. അതിപ്പോൾ എന്തൊക്കെ വന്നാലും ലൈക്ക് ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഭയങ്കര 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 അടിപൊളിയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം കുറെ തടസ്സങ്ങൾ വന്നിരിക്കാം. അത് ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാം സെറ്റായിരിക്കും. അതെ, ഞങ്ങൾ നേരത്തെ മഴ വന്നപ്പോൾ പോയിരുന്നെങ്കിലോ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് മിസ്സായി പോയേനെ. അതെ, പിന്നെയും പിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഇതാണേലും ഇപ്പൊ കത്തുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയിരുന്നെങ്കിൽ അതെ ഇനി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഗൈസ്, ഇതേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങൾ നമ്മളിങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് എത്ര വലിയ പൈസ കൊടുത്ത് റിസോർട്ടിൽ നമ്മൾ സെറ്റായാലും ലൈക്ക് ആ ഒരു മൂഡ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്, നല്ല സന്ധ്യാസമയമായി വരുന്നുണ്ടല്ലേ. ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുക. നല്ല രസമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് ഈ ചീനിയെല്ലാം ഉണ്ടാക്കിയ പാത്രമെല്ലാം ഇങ്ങനെ വടിച്ച് നക്കി ഇതിലിങ്ങനെ മുക്കി കഴിച്ചോണ്ടും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ വീണ്ടും കാണാം. അതെ, ബൈ ബൈ. ഒക്കെ ഓട പോ നോക്കടാ. ആ രസല്ലേ. ആരാ ഞാനിങ്ങനെ വടിച്ച് നക്കിക്കൊണ്ടിരിക്കുക. അവിടെ കോട പോ നോക്കടാ. അടിപൊളി അടിപൊളി. നമ്മുടെ ചുറ്റിന് പുകയിട്ട പോലെ ഉണ്ടല്ലേ. അതെ 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 അതെ, നല്ല രസമുണ്ട്. ആ മല ഇപ്പൊ കാണാനേ ഇല്ല. അതെ, എന്തൊരു കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, അതൊരു കുഞ്ഞു പട്ടിക്കുഞ്ഞാടാ. കുറച്ച് നിന്നോളൂ മക്കളെ. അവര് ബുദ്ധിമാന്മാരാ, അതെ തിരിഞ്ഞു വരുന്നു.